എല്ലാവർക്കും ന്യൂസ് ഫോഴ്സ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റിന്റെ ആവേശകരവും മാന്ത്രികവുമായ ഈ ലോകത്ത് നാം ഒട്ടേറെ വിജയങ്ങളും പരാജയങ്ങളും കണ്ടിട്ടുണ്ട്. അസംഖ്യം റെക്കോർഡുകൾ തകർന്നു വീഴുന്നതിനും നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വാങ്കഡയുടെ ചരിത്രപ്രസിദ്ധമായ മൈതാനത്ത് നടന്നത് ഈ കളിയിടത്തെ ഒരു പുണ്യഭൂമിയാക്കി മാറ്റുകയും ജയപരാജയങ്ങളുടെ കണക്കുകളെ ബഹുദൂരം പിന്നിലാക്കുകയും ചെയ്തു. ക്രിക്കറ്റ് വാർത്തകളുടെ തലക്കെട്ടുകൾ സാധാരണയായി റണ്ണുകളുടെയും വിക്കറ്റുകളുടെയും കണക്കുകൾ കൊണ്ട് നിറയാറാണ് പതിവ്. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ തലക്കെട്ട് മനുഷ്യത്വത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ലോകത്തിന്റെ മുഴുവൻ ഹൃദയം കീഴടക്കിയ ഒരു മഹത്തായ കളിക്കാരന്റെ വലിയ മനസ്സിന്റെയുമാണ്. അതെ, നാം സംസാരിക്കുന്നത് സാക്ഷാൽ സഞ്ജു സാംസണെക്കുറിച്ചാണ്. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തട്ടകത്തിൽ 103 റൺസിന് നിഷ്കരണം തകർത്തെഴിഞ്ഞപ്പോൾ ആ വിജയത്തിന്റെ ഏറ്റവും വലിയ നായകൻ സഞ്ജു സാംസൺ തന്നെയായിരുന്നു. പുറത്താകാതെ 101 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം മുംബൈയുടെ മണ്ണിൽ ഒരു കൊടുങ്കാറ്റായി മാറി. എന്നാൽ മത്സരം ശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ ആരും പ്രതീക്ഷിക്കാത്ത, ആരും സങ്കൽപ്പിക്കുക പോലും ചെയ്യാത്ത ഒരു കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. തന്റെ ചരിത്രപ്രസിദ്ധമായ സെഞ്ചുറിക്ക് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങാൻ സഞ്ജുവിനെ വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ ട്രോഫി സ്വന്തമാറ്റുന്നതിന് പകരം അദ്ദേഹം ചെയ്ത പ്രവൃത്തി അവിടെ നിന്നിരുന്ന വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ അക്കീൽ ഹുസൈനെ വിങ്ങിപ്പൊട്ടാൻ പ്രേരിപ്പിച്ചു. അക്കീൽ ഹുസൈനിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ കണ്ണുനീരും സഞ്ജു സാംസണിന്റെ ആ മഹത്തായ ത്യാഗവും ഇന്നത്തെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വൈകാരികമായ നിമിഷമായി മാറിയിരിക്കുകയാണ്. മുംബൈയിലെ തണുത്ത കാറ്റ് വീശിയടിക്കുന്ന ആ സുവർണ രാത്രിയിൽ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനായി സഞ്ജു സാംസൺ വേദിയുടെ പടവുകൾ കയറുമ്പോൾ അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് കാണികളുടെ കണ്ണുകളിൽ അവരോടുള്ള ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. IPL 2026 തന്റെ ആ വിനാശകരവും ചരിത്രപ്രസിദ്ധമായ സെഞ്ചുറിയുടെ യാതൊരുവിധ അഹങ്കാരമോ ഗർവമോ അദ്ദേഹത്തിന്റെ മുഖത്ത് അല്പം പോലും നിഴലിച്ചിരുന്നില്ല. പകരം മഹാരഥന്മാരായ കളിക്കാരിൽ മാത്രം കാണാൻ കഴിയുന്ന വളരെ ആഴത്തിലുള്ളതും ശാന്തവുമായ ഒരു ഭാവമായിരുന്നു സഞ്ജുവിൽ പ്രകടമായിരുന്നത്. അവതാരകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ മൈക്ക് നൽകിയുടനെ തന്റെ ആദ്യ വാക്കുകളിലൂടെ തന്നെ അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും സഞ്ജു അമ്പരപ്പിച്ചു. വളരെ വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇന്നത്തെ കണക്കുകളിൽ ഞാൻ ഒരു സെഞ്ചുറി നേടിയിട്ടുണ്ടാവാം. എന്റെ പേരായിരിക്കും സ്കോർ ബോർഡിന് മുകളിൽ തിളങ്ങി നിൽക്കുന്നത്. എന്നാൽ പൂർണ്ണ സത്യസന്ധതയോടെ ഞാൻ പറയട്ടെ, ഇന്ന് ചെന്നൈയുടെ ഈ വിജയത്തിന്റെ ശക്തമായ അടിത്തറ പാകിയത് ഞാനല്ല, മറിച്ച് നമ്മുടെ മാന്ത്രിക സ്പിന്നർ അക്കീൽ ഹുസൈനാണ്. കടുത്ത സമ്മർദ്ദമുള്ളൊരു സാഹചര്യത്തിൽ തന്റെ 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് മുംബൈ ഇന്ത്യൻസിന്റെ അതിപ്രധാനമായ 4 വിക്കറ്റുകൾ വീഴ്ത്തി അവരുടെ ബാറ്റിംഗിന്റെ ഞെട്ടലൊടിച്ചത് അക്കീലാണ്. അതായിരുന്നു ഇന്നത്തെ മത്സരത്തിന്റെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ്. ഇത്രയും പറഞ്ഞുടനെ ആ തിളങ്ങുന്ന മാൻ ഓഫ് ദ മാച്ച് ട്രോഫിയും എടുത്ത് സഞ്ജു വേദിയിൽ നിന്നിറങ്ങി ബൗണ്ടറി ലൈനിനടുത്ത് വേഗത്തിൽ നടന്നു. ബൗണ്ടറി ലൈനിനടുത്ത് തന്റെ സഹതാരങ്ങൾക്കൊപ്പം നിൽക്കുകയായിരുന്ന അക്കീൽ ഹുസൈന് നായകൻ എന്തിനാണ് ആ ട്രോഫിയുമായി തന്റെ അടുത്തേക്ക് വരുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല. അക്കീലിന്റെ അടുത്തേക്ക് ചെന്ന സഞ്ജു തികഞ്ഞ ആദരമോടെയും ബഹുമാനത്തോടെയും ആ വിലയേറിയ പുരസ്കാരം അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന കൈകളിൽ വെച്ചുകൊടുക്കുകയും ഉടൻ തന്നെ അദ്ദേഹത്തെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. സഞ്ജുവിന്റെ ഈ അസാധാരണമായ വലിപ്പവും നിസ്വാർത്ഥതയും കണ്ട അക്കീൽ ഹുസൈന് സ്വയം നിയന്ത്രിക്കാനായില്ല. ലോകത്തിനു മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. സ്വന്തം നേട്ടങ്ങൾ മാത്രം ആഘോഷിക്കപ്പെടുന്ന കടുത്ത മത്സരവും സ്വാർത്ഥതയും നിറഞ്ഞ ഈ കാലത്ത് അപരിചിതമായൊരു രാജ്യത്തും ലീഗിലും കളിക്കുന്ന ഒരു വിദേശ താരത്തിന് ഒരു സീനിയർ താരത്തിൽ നിന്നും ക്യാപ്റ്റനിൽ നിന്ന് ലഭിക്കുന്ന ഈ അംഗീകാരം എത്രത്തോളം വലുതാണെന്ന് അക്കീലിന്റെ കണ്ണുനീർ വിളിച്ചോതുകയായിരുന്നു. ഹൃദയസ്പർശിയായ ഈ കാഴ്ച കണ്ട് വാങ്കഡെ സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ കളിഘോഷം സ്റ്റേഡിയത്തിന്റെ എല്ലാ കോണുകളിലും മുംബൈയുടെ ആകാശത്തും മാറ്റൊലികൊണ്ടു. താൻ കഠിനാധ്വാനം ചെയ്ത് നേടിയ ട്രോഫി ദാനം ചെയ്യുക മാത്രമല്ല, ഒരു അത്ലീറ്റ് എപ്പോഴും ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വവും ബഹുമാനവും സ്വന്തം നാടല്ലാത്തൊരിടത്ത് നൽകുക കൂടിയാണ് സഞ്ജു ചെയ്തത്. വിജയങ്ങൾ നേടിക്കൊടുക്കുന്നവൻ മാത്രമല്ല, തന്റെ ടീമിലെ യഥാർത്ഥ നായകന്മാരെ ലോകത്തിനു മുന്നിൽ അംഗീകരിക്കുന്നവനാണ് യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന് സഞ്ജു ഈ ഒറ്റ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. തന്റെ വൈകാരികമായ വേലിയേറ്റങ്ങളെ ഒരുവിധം നിയന്ത്രിച്ച അക്കീൽ ഹുസൈൻ സ്വയം ശാന്തനായപ്പോൾ മൈക്കുമായി ഹർഷ ഭോഗ്ലെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴും അക്കീലിന്റെ മുഖത്ത് കണ്ണുനീർ പാടുകൾ മാഞ്ഞിരുന്നില്ല. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുകയായിരുന്നു. വിതുമ്പി സഞ്ജുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വലിയ മനസ്സിനെക്കുറിച്ചും അക്കീൽ നടത്തിയ ഹൃദയഭേദകമായ ആ പ്രസ്താവന വാങ്കഡയിലുള്ളവരെയും ടിവിയിലൂടെ മത്സരം വീക്ഷിച്ചിരുന്ന കോടിക്കണക്കിന് ആരാധകരെയും വികാരങ്ങളുടെ കടലിൽ മുക്കി. ഇടറിയ ശബ്ദത്തിൽ അക്കീൽ പറഞ്ഞു, കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള ഒട്ടുമിക്ക വലിയ ലീഗുകളിലും ഞാൻ കളിക്കുന്നുണ്ട്. പല പ്രശസ്ത ടീമുകളുമായി, ഇതിഹാസ നായകന്മാരുമായി എനിക്ക് പ്രൊഫഷണൽ ബന്ധങ്ങളുണ്ട്. എന്നാൽ ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ പറയട്ടെ, സഞ്ജു സാംസനെ പോലെ ഒരു ശുദ്ധവും വിശാലവുമായ ഹൃദയമുള്ള ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്വന്തം റെക്കോർഡുകൾക്കും റാങ്കിങ്ങുകൾക്കും പുരസ്കാരങ്ങൾക്കും പിന്നാലെ മാത്രം എല്ലാവരും ഭ്രാന്തിയായി പായുന്ന ഈ ക്രിക്കറ്റ് യുഗത്തിൽ ചരിത്രപ്രസിദ്ധമായ ഒരു സെഞ്ചുറി നേടിയിട്ടും ആ കഠിനാധ്വാനത്തിന്റെയും നേട്ടത്തിന്റെയും പൂർണ്ണ ക്രെഡിറ്റ് വളരെ വിനയത്തോടെ എനിക്ക് കൈമാറിയ ഒരു നായകനെയാണ് എനിക്ക് ഇന്ന് ലഭിച്ചത്. സഞ്ജുവിനെ മഹത്വത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തോട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു. സഞ്ജു സാംസൺ സാങ്കേതികമായി തികഞ്ഞ ഒരു മികച്ച ബാറ്ററോ ക്യാപ്റ്റനോ മാത്രമല്ല, അദ്ദേഹം സ്വർണ്ണ ഹൃദയമുള്ള ഒരു അതിമാനുഷ്യനാണ്.
സഞ്ജുവിന്റെ ഈ നിസ്വാർത്ഥമായ പ്രവൃത്തി എന്നെ ഒരു കാര്യം ആഴത്തിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ടീമിനൊപ്പവും ലോകത്തിലെ ഏറ്റവും മികച്ച നായകനൊപ്പവുമാണ് ഞാനിപ്പോൾ കളിക്കുന്നത്. സഞ്ജു ഇന്ന് ഈ മത്സരം മാത്രമല്ല, എന്റെ ഹൃദയവും എന്റെ സമ്പൂർണ്ണ വിശ്വസ്തതയും എന്നേക്കുമായി കീഴടക്കിയിരിക്കുന്നു. ഈ നായകനു വേണ്ടി കളിക്കളത്തിൽ എന്റെ ജീവൻ നൽകാൻ പോലും ഞാൻ തയ്യാറാണെന്ന് ഇന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അദ്ദേഹം എനിക്ക് ഇന്ന് നൽകിയ ഈ ആദരവും സ്ഥാനവും ഈ വെള്ളി ട്രോഫിയേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വിലപ്പെട്ടതും അമൂല്യവുമാണ്. പ്രസ്താവനയുടെ അവസാനത്തിൽ ലോക ക്രിക്കറ്റിനെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ കാര്യം കൂടി പറഞ്ഞു. MS ധോണിയെപ്പോലൊരു വ്യക്തിത്വം ഈ ലോകത്ത് രണ്ടാമതൊരാൾ ഉണ്ടാകില്ല എന്നാണ് ഞാൻ എപ്പോഴും ലോകത്തോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് സഞ്ജുവിന്റെ ഈ ലാളിത്യവും ത്യാഗവും കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ സാക്ഷാൽ ധോണിയുടെ അതേ മഹത്വവും പ്രതീക്ഷാതയും കാണാൻ കഴിയുന്നു. അദ്ദേഹം തീർച്ചയായും വളരെ മഹത്തായതും അപൂർവവുമായൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അഖീൽ ഹുസൈനിന്റെ അവിശ്വസനീയമായ ഈ വാക്കുകൾ ഒരു കാര്യം പൂർണ്ണമായും വ്യക്തമാക്കി. സഞ്ജു സാംസൺ ഇന്ന് വെറും 103 റൺസിന് മത്സരം വിജയിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഒരു വിദേശ താരത്തിന്റെ മനസ്സിൽ ഇന്ത്യൻ കളിക്കാരോടുള്ള ബഹുമാനവും അഭിമാനവും വാനമുള്ളം ഉയർത്തുകയാണ് കൂടി ചെയ്തത്. ഈ നിമിഷം IPL ചരിത്രത്തിൽ സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. സഞ്ജു സാംസണിന്റെ ഈ പ്രവൃത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദ മോസ്റ്റ് ഹംബിൾ മൊമെന്റ് ഓഫ് IPL 2026 എന്ന പേരിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നായകസ്ഥാനത്തെ ചൊല്ലി വലിയ വിവാദങ്ങൾ നടക്കുന്നയിടത്ത് സഞ്ജു സാംസൺ തന്റെ ടീമിലെ ബൌളർമാരെ മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണെന്ന് ക്രിക്കറ്റ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പിന്നീട് നടന്ന ഒരു അഭിമുഖത്തിൽ സഞ്ജു പറഞ്ഞത്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിക്കറ്റ് വീഴുമ്പോഴാണ് ബൌളർക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ ആവശ്യം വരുന്നത്. അഖീൽ ഇന്ന് അതാണ് ചെയ്തത് എന്നാണ്. വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ വലുത് ടീമിന്റെ വിജയമാണെന്ന് സഞ്ജുവിന്റെ ഈ നിലപാട് അദ്ദേഹത്തെ മറ്റു നായകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. IPL വെറും പണത്തിന്റെ കളിയാണെന്ന് പറയുന്ന വിമർശകർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ഇന്ന് അഖീൽ ഹുസൈനിന്റെ കണ്ണുനിന്ന് വീണ ആ കണ്ണുനീർത്തുള്ളികൾ. ഇത് വികാരങ്ങളുടെയും ബഹുമാനത്തിന്റെയും സഞ്ജു സാംസൺ പോലുള്ള യഥാർത്ഥ നായകന്മാരുടെ കളിയാണെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും തന്റെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അഖീൽ ഹുസൈന് നൽകിയ സഞ്ജു സാംസണിന്റെ പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുന്ന അവസ്ഥയിലേക്ക് അഖീൽ മാറിയതും കാണുമ്പോൾ സഞ്ജുവിന് സ്ഥിരമായി ഇന്ത്യൻ ടീമിന്റെ നായകസ്ഥാനം ലഭിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഞ്ജുവിന്റെ ഈ വിനയം തന്നെയാണോ അദ്ദേഹത്തെ ഭാവിയിലെ ഏറ്റവും വലിയ ക്യാപ്റ്റനാക്കി മാറ്റാൻ പോകുന്നത്? നിങ്ങളുടെ ധീരവും നിഷ്പക്ഷവുമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.